നേരത്തെ പറഞ്ഞല്ലോ, മുഹമ്മദ് എന്നുള്ളത് നാലോടത്തായതുകൊണ്ട് മാത്രം മൂപ്പരാൾ ഇതിൽ നിന്ന് വിട്ടുനിന്നു. വളരെ ലളിതമായൊരു ചോദ്യം ഉന്നയിക്കട്ടെ, അതിൻ്റെ ഒരു അനുബന്ധം എന്ന രീതിയിൽ. 27 പുതിയ നിയമ ബൈബിളുകളിൽ ഒരു സ്ഥലത്തെങ്കിലും യഹോവ എന്ന പേരുണ്ടോ? ഒരു സ്ഥലത്തെങ്കിലും? യഹോവയാണല്ലോ ദൈവം. യഹോവയാം ദൈവവും യേശുവാം പുത്രനും പരിശുദ്ധാത്മാവാം ഗബ്രിയേലും ചേർന്നതാണല്ലോ ത്രിത്വം. യഹോവ എന്ന പേര് പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ, കാത്തലിക്സ് ബൈബിളിൽ, ഇന്ന് കേരളത്തിൽ ക്രൈസ്ത്യാനികൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ബൈബിൾ ഗ്രന്ഥങ്ങളിൽ 27 പുതിയ നിയമ പുസ്തകങ്ങളിൽ ഒന്നിൽ പോലും തെളിയിക്കാൻ മരിയ ജോസഫിന് സാധ്യമാണോ? ഒരൊറ്റ പ്രാവശ്യം. തോനെ വേണ്ടെന്ന്, 27 പുസ്തകങ്ങളിലും വേണ്ടെന്ന്, ഒരൊറ്റ പുസ്തകത്തിൽ ഒരു പ്രാവശ്യം യഹോവ എന്ന് പ്രയോഗിച്ച് തെളിയിക്കാൻ സാധ്യമാണോ? അല്ല. എന്നാ ബൈബിൾ വായിക്കി. യഹോവ എന്നുള്ളത് ഒരു വട്ടം പോലും പറയാത്തതുകൊണ്ട് യഹോവനെ ഞാൻ വിട്ടു, സാത്താന്റെ ആരാധനയിലേക്ക് പോയി എന്ന് പറയൂ. കാരണം 200-ലധികം അവസരങ്ങളിൽ പുതിയ നിയമം ബൈബിളിൽ സാത്താൻ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. പോയത്തം പറയാല, വിവരമില്ലാത്തവരാണ് മുമ്പിലിരിക്കുന്നത് എന്നും പറഞ്ഞിട്ട് പരിശുദ്ധ ഇസ്ലാമാകുന്ന അള്ളാഹുവിൻ്റെ വിശുദ്ധ മതത്തെക്കുറിച്ച് അജ്ഞാനം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ആൾക്ക് എന്തുവാം, എന്ത് ബിസിനസ്സും നടത്താം, എന്ത് തോന്നിയാസം ചെയ്യാം. ജിജി ആരോപിക്കുന്നത് പോലെ, ഞാനത് ആവർത്തിക്കുന്നില്ല, ഏത് വൃത്തികേടും അയാൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇയാൾ ആരോപിക്കുന്നത് പോലെ ജിജിക്ക് എന്തും ചെയ്യാം. ഫുൾ ടൈം കള്ളുടിക്കുന്ന പറയുന്നത്, കൊല്ലാൻ വരുന്നാണ് പറയുന്നത്. നിന്നെ കൊന്നാൽ പോലും മുസ്ലിം തീവ്രവാദികൾ കൊന്നൂന്നേ വരും. ജിജിക്ക് കള്ളുടിച്ചാൽ ഇത്തിരി പക്വത ഉണ്ട്. മുസ്ലിങ്ങൾ കൊന്നു എന്നല്ല പറയുന്നത്, മുസ്ലിം തീവ്രവാദികൾ കൊന്നു എന്നാണ്. അങ്ങനെ സംഭവം ഉണ്ടോന്നില്ലേ എന്ന് വേറെ ചർച്ച ചെയ്യണം. ഉണ്ടെങ്കിൽ തന്നെ അത് ന്യൂനപക്ഷം അവർ കൊല്ലുന്ന പറയണത്. എന്ന് ഇയാൾ അങ്ങനല്ല. ദേവസ്യ, നീ മുസ്ലിമാണോ തീവ്രവാദിയാണോ ചോദിക്കുന്നത്. ജനറൽ ചെയ്ത് പറയുന്നു, പരമാവധി പറ്റിച്ചേർന്ന് നിന്ന് ആനുകൂല്യം പിടുങ്ങാനും പല ജാതി പേരിൽ പ്രത്യേകിച്ച് ചാരിറ്റിയുടെ പേരിലൊക്കെ പറഞ്ഞിട്ട് തടിച്ചു കൊഴുക്കാനും വേണ്ടി എന്തോ ആവാം. പക്ഷെ പരിശുദ്ധമായ ഇസ്ലാമിനെ സമൂഹമധ്യേ ഒരു വസ്തുതയുടെ കണിക പോലും ഇല്ലാതെ വൃത്തികേട് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ പ്രതികരിക്കേണ്ടി വരും. അത് ഒരു സാമൂഹിക ദൗത്യമാണെന്ന് മനസ്സിലാക്കിയാണ് ഇൻസ്പ്ര വിഷയത്തിൽ ഇടപെടുന്നത്. ഇനിയും കുറേ പറവാനുണ്ട്. വഹിപ്പാൻ നിങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.